this is me Adira from RKNX. കേരള സർക്കാർ പുതിയ പരിഷ്കാരങ്ങളോടുകൂടെ കൊണ്ടുവന്ന നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ അതായത് USS എക്സാം ക്രാക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട 3 എളുപ്പവഴികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഓക്കേ, നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്, SCERT പാഠപുസ്തകങ്ങൾ മാത്രം പ്രധാനമായി പഠിക്കുക. എന്തുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ മാത്രം പ്രധാനമായി പഠിക്കുക എന്ന് പറയുന്നത്? കാരണം ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൈഡുകൾ വാങ്ങിച്ച് പഠിക്കുക എന്നുള്ളത്, അല്ലെ? അപ്പോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ SCERT പാഠപുസ്തകങ്ങൾ മാത്രം പ്രധാനമായി പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള കോൺസെപ്റ്റുകളാണ് അധികവും നമ്മുടെ എക്സാമിന് വരിക, അല്ലെ? അത് തന്നെയാണ് വരിക. 5, 6, 7 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലെ പ്രധാന ആശയങ്ങളാണ് നമുക്ക് എക്സാമിന് പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി ഈ SCERT പാഠപുസ്തകങ്ങൾ മാത്രം പ്രധാനമായി പഠിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, 5, 6, 7 ക്ലാസ്സുകളിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, അല്ലെ? ഒരു ഗൈഡ് ആണെങ്കിൽ ആ ഒരു സബ്ജക്ട് വിട്ടു പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിലബസിൽ എവിടെ വരെയാണുള്ളത്? ജനുവരി 31 വരെ നമുക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്നു അതാണ് നമ്മുടെ USS എക്സാം അഥവാ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഗണിതം, അടിസ്ഥാന ശാസ്ത്രം, മലയാളം, ഇംഗ്ലീഷ്, സാമൂഹ്യ ശാസ്ത്രം, ഇതെല്ലാം ഇതിലെ ഓരോരോ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്, മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുക എന്നുള്ളത്. അതെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്കറിയാം, നമുക്ക് ഈ ഒരു USS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും, മാച്ചിങ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ സാധിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് എന്തൊക്കെയാണ് ചോദ്യത്തിന്റെ പാറ്റേൺ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു എക്സാം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, ഇത്തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൂടെ ഉണ്ട്? ഒരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ, നമ്മുടെ എക്സാമിന്റെ ടൈമിനുള്ളിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടൈം നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എലിമിനേഷൻ രീതിയും വ്യാകരണവും ശീലിക്കുക. എന്താണ് ഈ എലിമിനേഷൻ രീതി എന്ന് പറയുന്നത്? അപ്പൊ റോങ് ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെ? നോക്കൂ ഇവിടെ, അതായത് ഭാഷാ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ഗ്രാമറിനെ ഇമ്പോർട്ടൻസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഭാഷാ വിഷയങ്ങൾ പ്രധാനമായിട്ടും, അതായത് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും, അവിടെ നമ്മൾ ഒരു കഥയ്ക്കോ അല്ലെങ്കിൽ ഒരു കവിതയ്ക്കോ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം എന്ത് കൊടുക്കണം? ആ കഥയിലെയും കവിതയിലെയും ഒക്കെ ഗ്രാമറിനെ, ശൈലികളെ, അതുപോലെ പദാവലികളെ ഒക്കെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുക എന്താണ്? ഒരു കഥ വായിക്കുന്നു, ആ കഥയുടെ ആശയം കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ, ഇതെനിക്ക് അറിയാം എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കഥയ്ക്കുള്ളിലെ ഗ്രാമർ, ശൈലികൾ, പദാവലി ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ എലിമിനേഷൻ രീതി എന്ന് പറയുന്നത്. എന്താണത്? നോക്കൂ, നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്ന് വെച്ചാല് അവിടെ നമുക്ക് തെറ്റായ ഉത്തരങ്ങൾ ആദ്യമേ കണ്ടെത്താൻ പറ്റണം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിൽ തെറ്റായ ഉത്തരങ്ങൾ ആദ്യമേ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി വരുന്നതിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിന്റെ ഓപ്ഷൻസ് മുഴുവൻ വായിക്കുന്നു, ഇതല്ല, ഓക്കെ ഇത് തെറ്റ്, അങ്ങനെ നിങ്ങൾക്ക് റോങ് ആൻസർ ആദ്യം സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ആൻസറിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു 3 വഴികൾ. അപ്പൊ നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ 5, 6, 7 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ജനുവരി 31 വരെയുള്ള സിലബസിൽ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് ഇതാണ് നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചോളാം. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ CM കിഡ്സ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.